മരണപ്പെടുന്നു. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, അത്തായിബു മിനസ്സംബി കമല്ലാ ദംബലാ, ദോഷങ്ങൾ ചെയ്ത മനുഷ്യൻ അല്ലാഹുവിനോട് വിതുമ്പിക്കരഞ്ഞ് ശുദ്ധിയായതിന്റെ ശേഷം അന്ന് മരണപ്പെട്ടു പോയ മനുഷ്യനേക്കാൾ ഭാഗ്യവാന്മാരായി ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഹിദായത്ത് അല്ലാഹു നൽകുന്ന രൂപമാണ് ഈ കാണുന്നത്. എങ്ങനെയായി ഹിദായത്ത് ലഭിക്കുന്നത്? വോൾട്ടേജ് ഉള്ള ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയിട്ടാണ് അദ്ദേഹത്തിന്റെ ഫ്ലഗ് അദ്ദേഹം കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ ആ വോൾട്ടേജ് പ്രവഹിക്കുകയാണ്. ആ വോൾട്ടേജിൽ നിന്ന് ലഭിക്കുന്ന കറന്റാണ് യഥാർത്ഥത്തിൽ ഈ ഹിദായത്തിന്റെ പിന്നിൽ. നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. എന്റെ സഹോദരി, ആ സഹോദരി ഗർഭിണിയായി 6ാമത്തെ മാസമാണ്. ഡോക്ടർമാർ മുഴുവനും പറഞ്ഞു ജീവനില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തെടുക്കണം. തങ്ങളുടെ അടുത്തേക്ക് ഞാൻ പോയപ്പോ തങ്ങൾ പറഞ്ഞ് ജീവനുണ്ട്, സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യാൻ വേണ്ടി ചെന്നു. സ്കാൻ ചെയ്യുമ്പോൾ ജീവനുണ്ട്. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർക്ക് സംശയം തീരുന്നില്ല. വീണ്ടും സ്കാൻ ചെയ്യണം. വീണ്ടും റിസൾട്ട് വരുന്ന ജീവനില്ല. ഞാൻ വീണ്ടും പോകുന്നു തങ്ങളടുത്തേക്ക്. തങ്ങൾ പറയുന്നു ജീവനുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 2 വയസ്സായ എന്റെ കുഞ്ഞുമോൻ ഇപ്പൊ സുഖമായി എന്റെ മുറ്റത്തിലൂടെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് അല്ലാഹു നൽകിയാൽ ആ കഴിവ് കൊണ്ട് എന്തൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നതിന്റെ രേഖയാണ്. ഒരു പ്രചണ്ഡമായ പ്രചരണവുമില്ലാതെ എല്ലാ മാസവും നിങ്ങൾക്കറിയോ, അവിടെ വരുന്നവരിൽ ഭൂരിപക്ഷവും തെറ്റുകളുടെ കൂമ്പാരങ്ങളിൽ ജീവിച്ചതിന്റെ ശേഷം അല്ലാഹുവിനോട് വിതുമ്പിക്കരഞ്ഞ് ശുദ്ധിയായി പാപസുരക്ഷിതമായ ഒരു ജീവിതം നയിക്കാൻ തീരുമാനിച്ചു മടങ്ങുന്ന ആവേശകരമായ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ ചുറ്റുഭാഗത്തിരിക്കുന്ന ആലിമീങ്ങൾ, സയ്യിദന്മാർ, നമ്മുടെ ഉമറുൽ ഫാറൂഖ് തങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കാറുണ്ട്. ഒരു കൊച്ചുകുട്ടിയാണ് ഞാൻ. ആ കൊച്ചുകുട്ടിയാകുമ്പോഴാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നത്. അൽഹംദുലില്ലാഹ്, എന്റെ ജീവിതത്തിൽ ഒരുപാട് ആത്മീയ ഗുരുക്കന്മാരുമായി എന്നെ ബന്ധപ്പെടുത്തി തരുന്നതിൽ പ്രധാന പങ്കാളിത്തം വഹിച്ച ആത്മീയ നിയന്ത്രണമാണ് മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. തസൗഫിലെ പ്രശസ്തമായ ഒരു മക്ബറയുണ്ട്. മഹാനായ മടവൂർ ഉസ്താദിന്റെ ഷെയ്ഖാണ് ആ മക്ബറയിൽ ഇരിക്കുന്നത്. അവിടെ 40 ദിവസം ദിയാല ഇരുന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മടവൂർ ഉസ്താദ്. ആ മടവൂർ ഉസ്താദിന്റെ ആ ഷെയ്ഖ് ജീവിക്കുന്ന പസൗട്ടിന്റെ മക്ബറയുടെ മുകൾ ഭാഗം പോലും തുറന്നു കിടക്കുകയാണ്. എന്ത് വെച്ചാലും കാറ്റിൽ പറന്നു പോകും. ആ മുകൾ ഭാഗത്ത് തുറസായി നിൽക്കുന്ന ആ മക്ബറയുടെ ചാരത്ത് ആ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ആ നാട്ടുകാർക്ക് അനുഭവിക്കാൻ സാധിച്ച ഒരുപാട് അത്ഭുതങ്ങൾ അന്ന് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച ചില നിർദ്ദേശങ്ങളാണ് കൊണ്ടൂർ ഉസ്താദുമായി എന്നെ ബന്ധപ്പെടുത്തിയത്. ആ നിർദ്ദേശമാണ് സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങളെ എനിക്ക് നൽകിയത്. ആ നിർദ്ദേശമാണ് സയ്യിദ് മാലിക്കി തങ്ങളെയും യൂസുഫ് റിഫാഖിയെയും അഹ്മദ് സിനാനെയും എനിക്ക് നൽകിയത്. അവിടെ നിന്നാണ് ആത്മീയ ഗുരുക്കളുമായി ബന്ധപ്പെടാനുള്ള മഹാ അവസരമുണ്ടായത്. അവിടെ നിന്നാണ് മരണപ്പെട്ടുപോയ ആത്മീയ ഗുരുക്കളുമായി സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുന്നത്. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത്, ഈ കഴിവിന്റെയൊക്കെ ആത്മീയ കേന്ദ്രങ്ങളായി നിങ്ങളെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന പണ്ഡിതന്മാര് പക്ഷേ അവരൊരു മൂലയിൽ ഇരിക്കുകയില്ല. അവർ സ്ഥാപനങ്ങൾ നടത്തുകയാണ്, പട്ടിണിപ്പാവങ്ങളെ സംരക്ഷിക്കുകയാണ്, യതീമുകളെ സംരക്ഷിക്കുകയാണ്, ദർസ് നടത്തുകയാണ്, പുതിയ പുതിയ ഇൽമിന്റെ ഗോപുരങ്ങളെ സൃഷ്ടിക്കുകയാണ്. എല്ലാ ദിവസവും സബുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, എന്തിന് നമ്മൾ എല്ലാവരെയും എടുത്തു പറയണം, സമയമില്ലല്ലോ. ഇന്ന് കേരളക്കരയിൽ, ഇന്ത്യയിൽ, ഏഷ്യയിൽ ഏറ്റവും വലിയ മതപ്രബോധന കേന്ദ്രമായി ലോകം അംഗീകരിച്ച മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. ഉസ്താദിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം പറയുന്നതിലേറെ കാണാനും അനുഭവിക്കുവാനും നിങ്ങൾ അവസരമുള്ളവരാണ്. ഒരു കാര്യം എനിക്കറിയാം, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ 50 വർഷത്തിലേറെയായി സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള 6 പ്രധാനപ്പെട്ട സബക്കുകൾ ദർസ് നടത്താത്ത ഒരു ദിവസം കേരളത്തിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരേ ഒരു പണ്ഡിതനുണ്ടെങ്കിൽ മഹാനായ കാന്തപുരം ഉസ്താദാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, കാന്തപുരം ഉസ്താദിന് പകരം നിൽക്കാൻ കേരളത്തിൽ ആർക്ക് സാധിക്കും? ആർക്ക് സാധിക്കും? ഞാൻ നിഷ്പക്ഷമായി ചോദിക്കുന്നു. കാന്തപുരം ഉസ്താദ് എന്ന് പറയുമ്പോൾ ആരാ? ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ശിഷ്യഗണങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 4500 വരുന്ന സഖാഫിമാരല്ല ഞാൻ പറയുന്നത്.
ആ സഖാഫിമാർക്ക് മുമ്പേ 100 കണക്കിന് ശിഷ്യന്മാർ, 10,000-കണക്കിന് ശിഷ്യഗണങ്ങൾക്ക് ജന്മം നൽകിയ ശിഷ്യന്മാർ. ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിനന്ദരായ സെക്രട്ടറി ബഹുമാനപ്പെട്ട കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. പൊന്മള ഉസ്താദിനെ പോലെ ഇൽമിൽ വലിയ പാണ്ഡിത്യമുള്ള, എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന ആ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഒരു തവണ ചോദിച്ചു, ഉസ്താദിന്റെ ഇൽമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഉടൻ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്തൊക്കെ സമൂഹത്തിൽ പറയുന്നുണ്ടോ അത് മുഴുവനും ഉസ്താദിൽ നിന്ന് കിട്ടിയതാ. എ മുതൽ Z വരെ ഉസ്താദല്ലാത്ത മറ്റൊരാളിൽ നിന്ന് എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ മുഴുവനും ഉസ്താദിൽ നിന്ന് ലഭിച്ച ഇൽമു മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഉസ്താദിനെ കുറിച്ച്, ഉസ്താദിന്റെ ഇൽമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ അവയൊക്കെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് ഉറപ്പുള്ള ചില ആലിമീങ്ങൾ, ആ ആലിമീങ്ങളെ പോയി ചോദിക്കുക. കാരണം പൊന്മള ഉസ്താദിന് ജന്മം നൽകാൻ ഭാഗ്യം കിട്ടിയാലാണ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ്. അതുകൊണ്ട് തന്നെ കോട്ടൂർ ഉസ്താദിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതില്ല. മഹാനായ കോട്ടൂർ ഉസ്താദിനെ കുറിച്ച് ഒതുക്കുങ്ങൽ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, മഹാ ആലിമാണ്, വലിയ കഴിവുള്ള പണ്ഡിതനാണ്. ഓതുന്ന അന്ന് വരെ ഇൽമു പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന് സെബുക്കിൽ വന്നിരിക്കാൻ രോഗം കൊണ്ട് കഴിയാത്തതുകൊണ്ട് ദൂരെ താഴ്വരയിൽ പോയി കിടക്കുകയാണ് പതിവ്. ആ കിടക്കുന്നിടത്തുനിന്ന് കേൾക്കുന്ന ഇൽമു കൊണ്ടാണ് പൊന്മള ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾക്ക് ജന്മം നൽകാൻ സാധിക്കും വിധം 6 വർഷമായി കിതാബ് തൊടാത്ത മുഴുവൻ കിതാബുകളും ദർസ് നടത്താൻ സാധിക്കുന്നുള്ള ഇൽമു നേടിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്, പണ്ഡിത സഭകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ പണ്ഡിത സഭയിൽ കേരളത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ആലിമീങ്ങൾ വരുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടുകൂടി ഇൽമു പഠിച്ച് മനസ്സിലാക്കിയ, ദർസിൽ മാത്രം മുഴുകിക്കൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ. ആ ആലിമീങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ നിന്ന് AP ഉസ്താദ് ഒരു മസ്അല പറഞ്ഞാൽ ആ മസ്അലയ്ക്ക് വിരുദ്ധമായി ആ സദസ്സിൽ നിന്ന് പറയാൻ ഒരു ആലിമുമില്ല എന്നത് മാത്രം മതി ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ കഴിവ് നമുക്ക് അറിവിനെ കുറിച്ച് ബോധ്യപ്പെടാനെന്ന് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് പറഞ്ഞ രംഗം ഞാൻ എപ്പോഴും ഓർത്തു വെക്കാറുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഒന്നുകൂടി പറയട്ടെ, കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ സംവാദം നടന്നത് കൊട്ടപ്പുറത്ത് വെച്ചാണ്. വഹാബിസത്തിന്റെ വാട്ടർലൂവായ കൊട്ടപ്പുറം സംവാദം. ആ സംവാദം നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിപ്പുണ്ട്, ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്, മഹാനായ KK അബൂബക്കർ ഹസരത്ത് ജീവിച്ചിരിപ്പുണ്ട്, വന്യരായ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു അവരുടെയൊക്കെ ഖബറും സ്വർഗത്തോപ്പാക്കുമാറാട്ടെ, അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ആ മല പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ EK ഹസൻ മുസ്ലിയാരുടെ വഫാത്തിന് ശേഷം ഏറ്റവും കണിശമായി നടന്ന, ഏറ്റവും ശ്രദ്ധേയമായ, വഹാബികൾ ഏറ്റവും ശക്തിയാർജിച്ചു നടത്തിയ ആ സംവാദത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ തെരഞ്ഞെടുത്തത് വന്യരായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരായിരുന്നു എന്നത് മാത്രം മതി. ശംസുൽ ഉലമയെ പോലെയുള്ള കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള പൂർവ്വകാല ആലിമീങ്ങൾക്ക് കാന്തപുരത്തിന്റെ അറിവിനെ കുറിച്ച് എന്തുമാത്രം ബോധമുണ്ടായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കുറിച്ച് ഞാൻ ദീർഘമായിരിക്കും പറയേണ്ടതുണ്ടോ? അമേരിക്കയിലെ ഇസ്ലാമിക ഉച്ചകോടി 150 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നുകിൽ മന്ത്രിമാരാണ്, അല്ലെങ്കിൽ മുഫ്തിമാരാണ്. ആ സദസ്സിൽ ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ആരാണ് അധ്യക്ഷം വഹിക്കുന്നത്? മർഹൂം ഷെയ്ഖുൽ അസ്ഹർ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അസ്ഹർ അടക്കമുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ്. ആ സദസ്സിൽ വെച്ച് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്താ ചോദ്യം? അബസ വതവല്ല അൻജാഅഹുൽ അഅമാ. ഈ ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി നൽകാൻ ഷെയ്ഖ് ജാദുൽ ഹക്ക്, ഷെയ്ഖുൽ അസ്ഹർ അടക്കമുള്ളവർക്ക് കഴിയാതെ വരുന്നൊരവസ്ഥ. അപ്പോഴാണ് മന്ത്രിയല്ലാത്ത, മുഫ്തിയല്ലാത്ത, ബാക്കബി ബിരുദമെടുത്ത, നിങ്ങൾ ചോറ് കൊടുത്ത് വളർത്തിയിരിക്കുന്ന ചാലിയത്തുകാരുടെ മോലിയേരുട്ടി എണീറ്റ് നിന്നത്. ഈ മുറ്റത്തിലൂടെ ഇങ്ങനെ നടന്നുപോയൊരു മുസ്ലിയാരുട്ടിണ്ടായിരുന്നല്ലോ, ഇതിലിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയൊരു മുസ്ലിയാരുട്ടി, ഇതിലെ തസ്ബീഹ് ചൊല്ലി നടന്നൊരു മുസ്ലിയാരുട്ടി, നിങ്ങളെ വീട്ടും പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് മൗലിദ് തന്നിരുന്ന ചെറിയ മുസ്ലിയാരുട്ടിണ്ടായിരുന്നല്ലോ, കാന്തപുരത്തുകാരൻ അബൂബക്കർ. ആ കൊച്ചുകുട്ടിയായിരുന്ന ആ പണ്ഡിതൻ എണീറ്റ് നിന്നത്.
ഉസ്താദ് അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങി. കുറച്ചു സമയം പ്രസംഗം പോയപ്പോൾ സദസ്സ് സൈലന്റായി. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഉസ്താദ് പ്രസംഗം പൂർണ്ണമായും അവതരിപ്പിച്ചു നിർത്തി. സംശയങ്ങൾ വരാൻ തുടങ്ങി. മുഴുവത്തിനും മറുപടി നൽകി. എങ്ങനെയാ മറുപടി നൽകാൻ സാധിക്കാതിരിക്കുക? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനപരമായി കേരളത്തിലെ ഇസ്ലാമിക പ്രബോധനം പച്ചപിടിച്ച് വളരുന്നത് സഹിക്കാൻ കഴിയാത്ത മതവിരുദ്ധ ചേരികൾ എന്നേക്കുമായി ജയിലിൽ അടക്കാൻ വേണ്ടി തന്ത്രങ്ങൾ മറിഞ്ഞ് ഉസ്താദിനെ അറസ്റ്റ് ചെയ്ത ദിവസമുണ്ടായിരുന്നു. വ്യഭിചാരികളുടെയും മദ്യപാനികളുടെയും കൂട്ടത്തിലേക്ക് ഉസ്താദിനെ പറഞ്ഞു വിടുമ്പോൾ കാണാൻ സന്തോഷിച്ചിരുന്നവരുടെ മുന്നിൽ കൂരിരുട്ടിന്റെ യാമങ്ങൾ കിടന്ന് കാന്തപുരം എന്ന് പറയുന്ന പണ്ഡിത ജ്യോതിസിന്റെ മനസ്സിൽ നിന്നൊരു കിതാബ് രൂപപ്പെട്ടു വന്നിരുന്നു. ആ കിതാബാണ് അൽ ഇൻസാനുൽ കാമിലായും ഇസ്മത്തുൽ അംബിയായും രൂപപ്പെട്ടു വന്നത്. ആ കിതാബ് ആ ജൈറയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്ന ആ കിതാബിൽ പരാമർശിച്ചിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളിൽ ഒരു വിഷയം മാത്രമാണ് അബസവ തവല്ല അൻജാഹുൽ അഅ്മ എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു. നമ്മൾ എത്രമാത്രം ശത്രുക്കൾ ആഞ്ഞടിച്ചുകൊണ്ട് ഉസ്താദിനെ തളർത്തിയെടുക്കാൻ ശ്രമിച്ചുവാലും അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പിന്തുണയുള്ളൊരു മഹാപണ്ഡിതന്റെ ഏത് അധപ്പതനത്തിന്റെ ആഴിയിൽ നിന്നും ഉദിച്ചുയരുന്നത് ഇസ്ലാമിക പ്രബോധനത്തിനാവശ്യമായ ആയിരക്കണക്കായ കിതാബുകളുടെയും ആത്മീയ ജ്യോതിസുകളുടെയും ഉയർത്തെഴുന്നേൽപ്പാകുമെന്ന് ചരിത്രം സാക്ഷി നൽകുന്നതാണ്. അനുഭവം നമ്മുടെ കൂടെയുള്ളതാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഞാനെപ്പോഴും ആലോചിക്കാണ്ട് ആ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന് ഒരുപാട് സംശയങ്ങൾക്ക് നിവാരണം നൽകുന്ന ആലിമീങ്ങൾ റഫർ ചെയ്യുന്ന ആ 2 കിതാബുകൾ നമുക്ക് ലഭിക്കുമായിരുന്നില്ല. അൽഹംദുലില്ലാ, ആ ഒരു ചരിത്ര സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് സന്തോഷകരമായ ലോകപ്രശസ്തനായ ഒരു പണ്ഡിതനാക്കി ഉസ്താദിനെ മാറ്റുന്ന 2 കിതാബുകൾ രചിച്ചു. ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകിയപ്പോ 150 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ഒരുമിച്ചിരുന്നുകൊണ്ട് ആ സദസ്സിലെ ഏറ്റവും ആദരണീയ പണ്ഡിതനായി ശൈഖുനാ കാന്തപുരത്തെ തെരഞ്ഞെടുക്കുന്നു. എന്നിട്ടോ തൊട്ടടുത്ത വർഷം വിഷയാവതാരകനായി ഷെയ്ഖ് ജാദുൽ ഹക്ക് അൽ ഹസർ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ അടക്കമുള്ളവർക്ക് വിഷയം അവതരിപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ കേരളത്തിലൊരു വാക്കവി ബിരുദമുള്ളൊരു പണ്ഡിതനെ തെരഞ്ഞെടുക്കുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ഇസ്ലാമിക ഉച്ചകോടികളും സ്ഥിരാംഗമായി കാന്തപുരം തെരഞ്ഞെടുക്കപ്പെടുന്നു. പ്രത്യേകമായൊരു സ്വീകരണ സമ്മേളനം ഒരുക്കുന്നു. അങ്ങനെ 150 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ ആ സദസ്സിൽ വെച്ച് ആ മഹാപണ്ഡിതരെ ഏറ്റവും ആദരണീയ പണ്ഡിതനായി തെരഞ്ഞെടുക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ കൂടി തീരുമാനിച്ചാൽ ഇത് നടക്കുമോ? കേരളത്തിലെ മുഴുവൻ ദീനീ പ്രബോധകന്മാരും തർക്കമൊക്കെ വിട്ടു, നമ്മൾ മുഴുവൻ ആളുകളും കൂടി മുഴുവൻ മുഅ്മിനീങ്ങളും കൂടി ഒരുമിച്ചാലും 150 രാഷ്ട്രങ്ങളുടെ ആദരണീയ പണ്ഡിത സ്ഥാനത്തേക്ക് ഉസ്താദിനെ ഉയർത്താൻ നമുക്ക് സാധിക്കുമായിരുന്നോ? സാധിക്കില്ല. പക്ഷേ അള്ളാഹുവിന്റെ ഖലാവ് വന്നപ്പോൾ അങ്ങനെ ഒരു ചർച്ച ആ സദസ്സിൽ വന്നു. ആ ചർച്ച വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സ്ഥാനം അള്ളാഹു ഉസ്താദിന് നൽകിയത് ഒരിക്കലും ലോകം അറിയുമായിരുന്നില്ല. പക്ഷേ ലോകത്തിന്റെ മുന്നിൽ ഉസ്താദിന്റെ മഹത്വം ബോധ്യപ്പെടുത്താൻ അള്ളാഹു തീരുമാനിക്കുകയാണ്. നമുക്കറിയാം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു മലക്കുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മഹത്വം വിളംബരം ചെയ്യും. മലക്കുകൾ ലോകത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹത്തിന്റെ മഹത്വം വിളംബരം ചെയ്യും. ആ വിളംബരം ചെയ്യുന്നതിന്റെ പ്രായോഗികമായ രൂപമാണിത്. ഞാൻ ചോദിക്കുന്നു, ഇതിനെ തോൽപ്പിക്കാൻ എന്തു പ്രചരണത്തിനാണ് സാധിക്കുക? ഇതിനെ തോൽപ്പിക്കാൻ നമ്മുടെ എന്തു പ്രചരണത്തിനാണ് സാധിക്കുക? ഈ ചാലിയത്തോ അല്ലെങ്കിൽ കേരളത്തിലോ ഇന്ത്യയിലോ മൂലയിലിരുന്ന് നമ്മൾ എന്തു കാണിച്ചാലും 150 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളുടെ ഔദ്യോഗികമായ അംഗീകാരത്തെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെ നമുക്ക് സാധിക്കും സഹോദരങ്ങളെ? ഇവിടെയാണ് മഹാരഥന്മാരായ ഉലമാവിന് അള്ളാഹു നൽകുന്ന പിന്തുണയുടെ പ്രാധാന്യവും അതിന്റെ രൂപവും നമുക്ക് ബോധ്യപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷെ അവിടെ രസാവഹമായ സംഭവമുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരമുത്താവിനോട് ചുള്ളിക്കോട് സക്കാഫി കൂടെയുള്ളതുകൊണ്ട് ഒരു കുരുട്ട് ചോദ്യം ചോദിച്ചു. ചുള്ളിക്കോട് എതിരെയാ എപ്പോഴും നന്നായി ആഴത്തിലേക്ക് ചോദിക്കുക. എന്താ ചോദ്യം? ലോകത്തും ജീവിത കാലഘട്ടത്തിൽ ഭൂമി ലോകത്ത് വെച്ച് നിങ്ങൾക്ക് ലഭിക്കാവുന്ന പരമാവധി ബഹുമാനമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ ഇരിക്കുന്ന 150 രാഷ്ട്രപ്രതിനിധികൾ സാധാരണക്കാരല്ല. ഒന്നുകിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഗവൺമെന്റ് മന്ത്രിമാരാണ്, അല്ലെങ്കിൽ മുഫ്തി
മഹതിമാരാണ്, അവരാണ് നിങ്ങൾ ആദരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനേക്കാൾ ഒരു ആദരവ് ഭൂമി ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാനില്ല. നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം തന്നാൽ എന്തായിരിക്കും നിങ്ങൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടുക എന്നതാണ് ചോദ്യം. ഉടനെ ഉസ്താദ് പറഞ്ഞു, മോനെ നല്ല ബുദ്ധിയുള്ള കുറച്ച് മുത്തഅല്ലിമീങ്ങളെ ചോദിക്കും ഞാൻ റബ്ബിനോട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്താനുള്ള സമ്മതം ഞാൻ എന്റെ റബ്ബിനോട് ചോദിക്കുമെന്ന് പറയുന്ന ഒരു പണ്ഡിതൻ. നിങ്ങൾക്കറിയോ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ കലാംജി കേരളത്തിലേക്ക് വന്നപ്പോ തലപ്പാവ് വെച്ച ഒരേ ഒരു പണ്ഡിതന് മാത്രമേ ക്ഷണം ലഭിച്ചിട്ടുള്ളൂ. ഓരോ പ്രസ്ഥാനത്തിന്റെ ആളുകളും ഒരു 5 മിനിറ്റ് 2 മിനിറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്ത് ലഭിക്കാതെ മാറി നിന്നപ്പോ തലപ്പാവ് വെച്ച ഒരേ ഒരു പണ്ഡിതന് മാത്രമേ കേരളത്തിൽ കലാംജിയുടെ സന്ദർശനത്തിൽ ഒരു സ്വീകരണ പരിപാടിക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ അതിന് മഹാനായ കാന്തപുരം ഉസ്താദ് നൽകിയൊരു മറുപടിയുണ്ട്. മഹാനായ കലാംജി, ഇന്ത്യയുടെ പ്രഥമ പൗരനായ നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ അന്നെന്റെ സ്വഹീഹുൽ ബുഖാരി ഖത്മ ചെയ്യുന്ന ദിവസമാണ്. കേരളത്തിലെ ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും സയ്യിദന്മാരും ഇജാസത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ ഒരുമിച്ച് കൂടുമ്പോ അവരെ മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ സ്വഹീഹുൽ ബുഖാരിയുടെ ഖത്മ മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ പ്രഥമ പൗരന്റെ സംഗമത്തിൽ ഒരുമിച്ച് കൂടാൻ എനിക്ക് കഴിയില്ല, ക്ഷമിക്കണമെന്ന് പറയാൻ മാത്രം ഇൽമിനോട് താല്പര്യം കാണിക്കുന്ന, ദർസിനോട് താല്പര്യം കാണിക്കുന്ന പണ്ഡിതൻ. ഞാൻ പറയട്ടെ 800-ലേറെ മുതഅല്ലിമീങ്ങൾ ഒരേ ഒരു പണ്ഡിതന്റെ മുഖത്ത് നോക്കി ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സബ്കേ കേരളത്തിലുള്ളൂ. ആ സബ്ക്ക് മർക്കസ് സഖാഫത്തി സുന്നിയായിലെ ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ സ്വഹീഹുൽ ബുഖാരിയാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം.